ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി എഗ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എഗ് 65 എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എഗ് 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 5 മുട്ട ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ എഗ് 65 ഒക്കെ ഉണ്ടാക്കാറുള്ളത് മുട്ടയുടെ വെള്ള മാത്രം വെച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി മതി, നമ്മുടെ വെളുത്തുള്ളി അല്ലിയുടെ പകുതി മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് കടലമാവാണ് കേട്ടോ. കടലമാവ് ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലമാവും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഗരം മസാല 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാനും നല്ല പോലെ ഒന്ന് മിക്സ് ആവാനും വേണ്ടിയിട്ടാണ് മുട്ട ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മുട്ടയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ നോക്കണം. പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ മൈദ ചേർക്കേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് നമ്മളത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒന്ന് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അത് പിന്നെ മുട്ടയൊക്കെ ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വിട്ട് നിന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇനി അങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊക്കെ പേടിയുള്ളവർ മുട്ടയുടെ വെള്ളം മാത്രം വെച്ചുണ്ടാക്കിയാൽ മതി കേട്ടോ. മഞ്ഞയൊക്കെ ചേർക്കുമ്പോഴാണ് കുഞ്ഞു കുഞ്ഞതായിട്ട് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുക. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. അല്ലാതെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് 65 ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയ ഓയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ 5 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിക്കാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെ കളറൊന്നും മാറണ്ട കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ ഇപ്പോൾ ഞാനിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ് സ്നാക്ക് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടും കേട്ടോ, നല്ലൊരു റെഡ് കളറും കിട്ടും. ടൊമാറ്റോ സോസൊക്കെ ഇപ്പോൾ ഇതിന്മേൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എഗ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി സ്നാക്സൊക്കെ മുട്ട കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നാണ് വിജയെ തിരഞ്ഞെടുക്കുക. ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് കണ്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.